ഹരേ കൃഷ്ണ. മഹർഷിമാർ ശ്രീരാമനെ സന്ദർശിക്കാൻ അയോധ്യയിൽ വരുന്നു. കഴിഞ്ഞ ഭാഗത്ത് പട്ടാഭിഷേകത്തിൻ്റെ ഭാഗത്തിൽ കുറച്ച് ഭാഗം പറയുവാനുണ്ടായിരുന്നു. ആ ഭാഗം കൂടെ ഇവിടെ ഞാൻ പറയുന്നു. ശ്രീരാമൻ്റെ ഉപദേശം കേട്ട് ലക്ഷ്മണനും ശത്രുഘ്നനും കൂടി പറഞ്ഞു, ജ്യേഷ്ഠ, മൂപ്പിനു പുറമെ 14 വർഷത്തെ ഭരണപരിചയവും ഭരതജ്യേഷ്ഠനുണ്ടല്ലോ, അദ്ദേഹം തന്നെ യുവരാജാവാകട്ടെ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഭരതനെ യുവരാജാവായി വാഴിച്ചു. ശ്രീരാമൻ്റെ ഭരണത്തിൻ കീഴിൽ അയോധ്യ സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായി തീർന്നു. പ്രജകൾ ശ്രീരാമസ്വാമിയുടെ ഭരണത്തെ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് ശ്രീരാമനെ കാണാൻ മഹർഷിമാർ അയോധ്യയിൽ വരുന്നത്. ശ്രീരാമൻ വനവാസം പൂർത്തിയാക്കി അയോധ്യയിൽ മടങ്ങിയെത്തി രാജ്യാഭിഷേകം നടത്തി വിവരമറിഞ്ഞു മഹർഷിമാർ അദ്ദേഹത്തെ കണ്ട് ആശീർവദിക്കുന്നതിനായി അയോധ്യയിലെത്തി. ആ മഹർഷി സംഘത്തിൽ അഗസ്ത്യൻ, വിശ്വാമിത്രൻ, യുവകീർത്തൻ, രൈക്യൻ, ശവനൻ, ഗാർഹ്യൻ, ധൗമ്യൻ, അത്രി, കശ്യപൻ, ജമദഗ്നി, ഭരദ്വാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവരൊക്കെ ഭഗവാന്റെ വനവാസത്തിൽ ഇവരൊക്കെയാണ് ഭഗവാന് ആശ്രമത്തിൽ കൂട്ടുണ്ടായിരുന്നത്. അഗസ്ത്യൻ്റെ നേതൃത്വത്തിലായിരുന്നു അവരുടെ വരവ്. മുനിപ്രവരന്മാർ വരുന്ന വിവരം അറിഞ്ഞ് ശ്രീരാമൻ സഹോദരന്മാരോടൊപ്പം മുനിദത്തന്മാരെ എതിരേറ്റു കൊണ്ടുവന്ന് അർഘ്യപാദ്യാദികൾ നൽകി പൂജിച്ച് സൽക്കരിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം അഗസ്ത്യ മഹർഷി ഇങ്ങനെ അരുളി ചെയ്തു, ദശരഥ നന്ദന, അങ്ങ് പരബ്രഹ്മ സ്വരൂപിയാണെന്നറിയാം. ലോക സംരക്ഷണാർത്ഥമാണ് അങ്ങ് ഞങ്ങളെ സേവിക്കുന്നതെന്നും അറിയാം. ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ മുഴുവൻ നിഷ്പ്രയാസം നിഗ്രഹിച്ച ശേഷം സ്വന്തം മാതാക്കളും ഭ്രാതാക്കളുമൊത്ത് അങ്ങ് അയോധ്യാധിപനായി. ഞങ്ങളുടെ സൗഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് അങ്ങേ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അഗസ്ത്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, തപസോത്തമ, രാവണാദികളുടെ ഉത്ഭവം, രാവണാദികളുടെ ജനനം, അവരുടെ തപസ്, ബ്രഹ്മാവിൻ്റെ വരദാനം, മേഘനാഥൻ്റെ ജനനം എന്നിവയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ദയവായി അങ്ങ് ഇതെല്ലാം എനിക്ക് ഉപദേശിച്ചു തന്നാലും. അത് കേട്ട് അഗസ്ത്യ മഹർഷി വീണ്ടും പറഞ്ഞു, രാമ, രാവണനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് നാരദനാണ്. ആ കഥ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഹരേ കൃഷ്ണ.